വെൽക്കം ടു സോണിയാസ് കിച്ചൻ. ഞാനിവിടെ ഇപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് കടകളിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും. വിപ്പിംഗ് ക്രീം, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പം ഇതൊക്കെ ചേർത്ത് ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ലൊരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ കൊക്കോ പൗഡർ. കൊക്കോ പൗഡറിന് പകരം ചോക്ലേറ്റ് സിറപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് സാധാ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്ക് ക്രീമായി വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് വരെ നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യണം, എങ്കിലേ ഇതുപോലെ നല്ല തിക്കായിട്ട് വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കൊക്കോ പൗഡറിലേക്ക് ഞാനൊരു 2 സ്പൂൺ പാലൊഴിക്കുകയാണ്. അതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ തണുത്തതോ ആയ പാൽ വേണം ഒഴിക്കാനായിട്ട്. ചൂടായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കരുത്. ഐസ്ക്രീമിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തണുത്തായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ. ഇനി ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുമ്പോഴത്തേക്കും ഈ ബാറ്റർ ഒരു അല്പം കൂടി ലൂസായിട്ട് വരും. ഞാനിപ്പോൾ ഇവിടെ നെസ്ലയുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു 300 ഗ്രാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീം ആയിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ 1/2 ലിറ്ററിന് 300 ഗ്രാം എന്നുള്ള കണക്കിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ഇത് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് 6 മണിക്കൂർ നേരം ഫ്രീസറിലേക്ക് വെക്കാം. ഇനി ഫ്രീസറിൽ വെക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഈ ബാറ്റർ. അപ്പം ഈ ബാറ്ററി പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് വെക്കാം. 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ട് 6 മണിക്കൂർ നേരം ആയിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനൊരു അല്പം ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിക്കുകയാണ്. ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും എഴുതി അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.